വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഫുക്കോക്കിൽ വന്നിട്ട് ഡേ 2 ആണ് കേട്ടോ. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞ 4 ഐലൻഡ് ടൂറും അതുപോലെ കേബിൾ കാറൊക്കെ ഉള്ള ദിവസമാട്ടോ. പക്ഷെ നമ്മൾ റാൻഡം ആയിട്ട് ഇന്നിപ്പോ പേൾ ഫാമിലും കൂടി കൊണ്ടുവന്നേക്കുവാണ്. പക്ഷെ കൊള്ളാട്ടോ, എന്തോരം സാധനങ്ങൾ അവിടെ പേളിന്റെ ഓരോരോ ഷെല്ല് വെച്ചും അതുപോലെ ക്ലാം ഷെല്ലല്ലേ, അങ്ങനത്തെ ജയൻ ക്ലാം ഷെല്ലൊക്കെ വെച്ചിട്ട് കുറേയേറെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വന്നേക്കണം. എൻജോയ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഐലൻഡ് ടൂറിനൊക്കെ നമുക്ക് പോവാം. കോറൽസിന്റെ ഫോസിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റംസ് ആട്ടോ. ഈ കാണുന്ന മുഴുവൻ കോറലിന്റെ ഫോസിൽസ് ആണ്. ഓക്കെ, ഇതിന്റെ അടിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസ് ആണ് കേട്ടോ പറയണേ. ഈ ക്ലാം ഷെല്ലിന്റെ തോട് കൊണ്ട് ഉണ്ടാക്കിക്കണ ആർട്ട് വർക്ക് ആട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ട്. ഇന്നെന്റെ പാർട്ട്ണർ ഭയങ്കര ഹാൻസം ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. നോക്കി, ലുക്കിംഗ് ഹാൻസം. നല്ല സോണ കേട്ടോ കാണാനാണെന്ന് തോന്നി ഇന്ന്. ഞാൻ ഹാൻഡ്സ് ഒന്നും വെച്ചിട്ടില്ല, അത് പാടുന്നു. One more. Xin chào. ഐലൻഡ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ പോർട്ടിലേക്ക്. നമ്മൾ ബോട്ടിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്നും ഞങ്ങൾ കുട മറന്നു, ഇന്നലെ കുട മറന്നു, അതുപോലെ ഇന്ന് ഓർക്കണം എന്ന് വിചാരിച്ച കേട്ടോ. ഇന്നും മറന്നു. നല്ല ചൂടാണ്, അതും വെയിലില്ലാണ്ട് ഭയങ്കര ചൂടുള്ളൊരു ക്ലൈമറ്റ് ആട്ടോ. ഇനിയിപ്പോൾ ചൂട് കൂടാനായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും ഐലൻഡിലല്ലേ പോണേ. വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ ഇരിക്കുക, സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ മാർഗം. അപ്പോൾ പയ്യെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറിട്ടോ. സീ വാക്ക് ചെയ്യാൻ വേണ്ടി പോകുവാട്ടോ. അതും ബിഗ് ഫിഷിന്റെ കൂടെ സീ വാക്ക് ചെയ്യാൻ വേണ്ടി പോവാം. എനിക്ക് പേടിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എക്സൈറ്റ്മെന്റും ഉണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇവിടെ വന്ന എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഓർത്തിട്ടാണ്. കാരണം സ്നോക്ലിംഗ് നമുക്ക് ഫ്രീ ആട്ടോ. പക്ഷെ ഇത് നമ്മളെ ആക്ടിവിറ്റി ഏകദേശം ഒരു $80 ആയി. എന്നാലും കുഴപ്പമില്ല, രസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പോയിട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. ഭയങ്കര വലിയ ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ നല്ല രീതിയിൽ പേടിച്ചു കേട്ടോ. കാരണം എനിക്ക് മുങ്ങാൻ പേടിയായതുകൊണ്ടിട്ട് ഞാൻ കുറെ പ്രാവശ്യം ഡൈവറിന്റെ കയ്യിൽ പിടിച്ചു കേട്ടോ. അവസാനം ഡൈവറിന്റെ കൈ മാറ്റി ഹെൽമെറ്റിൽ പിടിക്കാൻ പറഞ്ഞു കേട്ടോ. സീരിയസ്ലി നല്ല രീതിയിൽ ഞാൻ പേടിച്ചെന്നുള്ളതാണ്. പക്ഷെ എൻജോയ് ചെയ്തു. ആ ബിഗ് ഫിഷ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ എൻജോയ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പേടി പയ്യെ പോയിട്ടോ. കഴിഞ്ഞ വർഷം കോറൽ ഐലൻഡ് ചെയ്ത സമയത്ത് അമ്മുവും ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ. അതുകൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അനന്തു എന്റെ കൂടെ വരാൻ ട്രൈ ചെയ്തെങ്കിലും അനന്തുവിന് മുങ്ങിയപ്പോഴത്തേക്കും ശരി വല്ലാണ്ട് ഫീൽ ചെയ്തിട്ട്. കാരണം അനന്തുവിന് ഇയർ ഡ്രമ്മിൽ ചെറിയ ഹോളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രഷർ താങ്ങാനായിട്ട് ചില സമയത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അനന്തു എന്നിട്ടും ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നു കേട്ടോ. അതുകൊണ്ട് എന്റെ മാത്രം വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട. അനന്തുവിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ കൂടെ വരണമെന്നല്ലേ. മാക്സിമം ട്രൈ ചെയ്ത് പാവം. പക്ഷെ കുഴപ്പമില്ല. സ്നോക്ലിങ്ങിന് അനന്ത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്നെ പിടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെവിയൊക്കെ ഇട്ട് മുങ്ങി ഫിഷിനെയൊക്കെ കാണാന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തു തരില്ലേ? എനിക്കില്ലേ ഒരു ധൈര്യമായിട്ട് അനന്ത് കൂടെ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ നിർബന്ധിക്കൊന്നുമില്ല, വേണമെങ്കിൽ അവരുടെ ഇഷ്ടമല്ലേ, വേണ്ടെന്നുള്ളതല്ല പിന്നെ. പക്ഷെ എനിക്ക് പേടിയതുകൊണ്ട് ഞാനിങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കണം. പക്ഷെ കൊള്ളായിരുന്നു. ഓവറോൾ എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ഒരു മെമ്മറി ആട്ടോ. എനിക്ക് കോറൽ ഐലൻഡിലെക്കാളും ഇവിടെ ഭയങ്കരമായിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള ഫിഷൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് രസമുണ്ട് കാണാനായിട്ട്. ഞാൻ എൻജോയ് ചെയ്തു നന്നായിട്ട്.
ഐലൻഡിൽ കൊണ്ടുവന്നേക്കും കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനല്ലേ, എസ്തെറ്റിക്കലി പ്ലീസിംഗ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഐലൻഡിലാട്ടോ വന്നേക്കണം. ഭയങ്കര രസമുണ്ട്. അപ്പൊ നമ്മളിതേ നമ്മുടെ ഡ്രോൺ വീഡിയോസും. ഓക്കെ ഓക്കെ, ഹലോ, ഹായ്, നമ്മുടെ ഗൈഡ് ആട്ടോ. യുവർ നെയിം? Okay, my name is Pinky. Pinky. I like pink color. Oh. Okay. Pinky. Okay. He has a friend called Pinky. Okay. Yeah. And our photographer over there. Sure. Bye. നമ്മളിതേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫറിന്റെ അടുത്തേക്ക് പോവാട്ടോ. കാരണം ഇല്ലേ, നല്ല രസമുള്ള കൊറേ ഇങ്ങനെ തീംസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി. അതുപോലെ ഫോട്ടോഗ്രാഫറും ഉണ്ട്, നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. ഓരോ തീമിൽ ഇവിടെ സെറ്റ് ചെയ്തേക്കും കേട്ടോ. ലാഡർ, പിയാനോ, നല്ല ഭംഗിയുള്ള ബ്രിഡ്ജ്, അപ്പുറത്ത് ഊഞ്ഞാലുണ്ട്, നല്ല രസമുള്ളത്. കൊറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആട്ടോ. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ഐലൻഡ് അനന്തൂര് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? കാരണം അനന്തൂര് മറ്റേ ഈസ്തെറ്റിക്കലി അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുപോലെ നല്ല ഫോട്ടോസ് കിട്ടി, ഭയങ്കര നല്ലായിരുന്നു. മൊത്തം ഒരു പ്രീമിയം അല്ലെ, പ്രീമിയം ലുക്കുള്ള ഐലൻഡ് ആയിരുന്നു കഴിഞ്ഞത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്ന് തന്നെ നമുക്ക് ഡ്രോണിൽ വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോസ് ഒക്കെ അവർ എടുത്തു തരുകയും ചെയ്തു. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളെ കൊണ്ട് കുറെ അല്ലേ ഒരുമിച്ച് ഓടിച്ച് നടത്തിച്ച് നല്ല രസം ഉണ്ടായിരുന്നു. ഓടി ചാടി, അതെ, അതുകൊണ്ട് അടിപൊളിയായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. ഇപ്പൊ നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് വന്നേക്കും കേട്ടോ. പക്ഷെ നോക്കിക്കേ, നല്ല നടത്തമുണ്ട്, സ്റ്റെപ്സ് കുറെ കയറാനുണ്ട് കേട്ടോ. ഞാൻ കാത്തക്കണം. അയ്യോ. കഴിക്കാനായിട്ട് നൂഡിൽസും ഫ്രഞ്ച് ഫ്രൈസും റൈസും അതുപോലെ കുറെ സോട്ടഡ് വെജീസും സാലഡും ആട്ടോ ഉള്ളത്. ഇന്ന് വെജിറ്റേറിയൻ ആട്ടോ ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത്. ലഞ്ച് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. എനിക്ക് നൂഡിൽസ് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. ഓവർ ഇങ്ങനെ ഫിഷ് സോസിന്റെ ടേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല, അല്ലാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാ, നൈസ്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡും എല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഒന്ന് മാറാൻ വേണ്ടി പോവാട്ടോ. കാരണം ഇനി സ്നോർക്ലിങ്ങിന് പോണെങ്കിൽ സ്വിമ്മിങ് അറിയണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നടക്കില്ല. പകരം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് കേബിൾ കാറിനോ അങ്ങനെ വല്ലതൊക്കെ പോവാന്ന് വിചാരിക്കട്ടെ. കേബിൾ കാറിലെ പോണേ, പക്ഷെ ഡ്രസ്സ് മാറാന്ന് വിചാരിക്കും. കാരണം ഞാൻ ആകെ നനഞ്ഞിരിക്കുക കേട്ടോ. സെക്കൻഡ് ഔട്ട്ഫിറ്റിലേക്ക് മാറിയിട്ടോ. കാര്യം വേറൊന്നുമല്ല, നല്ല നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ സ്നോർക്ലിങ്ങിനും കാര്യങ്ങൾക്കൊന്നും പോണില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്ലേ സ്യൂട്ട് ആയിട്ട് ഇട്ടേക്കണം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഐലൻഡ് ട്രിപ്പ് ഒക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടോ. ഇവൻ നമുക്ക് ഡ്രോൺ വീഡിയോ ഒക്കെ എടുത്തു തന്നല്ലേ എന്തോ? സത്യം, നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഇതിന്റെ, അതാണ് പൈസ ഒന്നും ആയില്ല. സത്യം, ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടോ. ശരിക്കും ഞങ്ങൾ വണ്ടർ അടിച്ചു പോയി. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടി കിട്ടിയപ്പോൾ ബോണസ് കിട്ടിയ പോലെ ആയിപ്പോയി. പിന്നെ ഞാൻ എപ്പോൾ ഇന്റർനാഷണൽ വന്നാലും നിങ്ങളൊക്കെ ചോദിക്കണതാണ് ഏത് ട്രാവൽ കമ്പനിയുടെ കൂടെയാണ് ട്രാവൽ ചെയ്യണേ എന്നുള്ളത്. ഇപ്രാവശ്യം നമ്മൾ സാറ എന്ന് പറയുന്ന ടൂർസിന്റെ കൂടെ ആട്ടോ ട്രാവൽ ചെയ്യണേ. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. ഓൾസോ പ്രീമിയം പാക്കേജസ് അവൈലബിൾ ആണ്. നമ്മൾ വന്നേക്കണ ഒരു പ്രീമിയം പാക്കേജിലാണ്, പക്ഷെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാട്ടോ നമുക്ക് ചെയ്തു തന്നത്. ഓൾസോ ഇവരും നല്ല രീതിയിൽ പ്രീമിയം പാക്കേജ് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞങ്ങൾ ഹണിമൂണിന് വന്ന പോലെ നിങ്ങൾക്കും ഹണിമൂണിനൊക്കെ ഇതുപോലെ വരണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഫുക്കോക്ക്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി. ഈ പാക്കേജും എന്തായാലും എടുത്തു നോക്കിട്ടോ. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജ് ഇവർ കൊടുക്കുന്നുണ്ട്. ഓൾസോ നിങ്ങൾക്ക് സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ടോ ബിഗ് ഗ്രൂപ്പ്സ് ആയിട്ടോ ഗ്രൂപ്പായിട്ടൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈജിപ്റ്റ്, ജപ്പാൻ, കസാക്കിസ്ഥാൻ ഇങ്ങനെ ഒത്തിരി കൺട്രീസിലേക്ക് ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾസോ ഇവർക്ക് 8ൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ട് കേരളത്തിൽ. ദുബായിൽ ഇവർക്ക് ഉണ്ട് കേട്ടോ ഫ്രാഞ്ചൈസി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിലി എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ ട്രാവൽ ഏജൻസിയും പാക്കേജും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻസും ഒക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്നോട് പറയണം നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിരുന്നുള്ളത്. ഓ, എന്ത് ഭംഗിയാ നോക്കി, ബ്ലൂ സ്കൈയും ആ ഒരു ഗ്രീൻ ആയിട്ടുള്ള ആ ഒരു മലയുടെ ഭംഗിയിൽ കൂടി നോക്കി, എന്ത് രസാ നോക്കി. ഇവൻ ആ സ്റ്റോൺസ് കൂടെ വന്നപ്പോ അടിപൊളി കോൺട്രാസ്റ്റ്. രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഞങ്ങള് മാച്ച് ആയി പോയല്ലോ. ബ്ലൂവും ബ്ലൂ ഇട്ട് ഞങ്ങള് മാച്ച് ആയിട്ടോ. ഇന്ന് അറിയാണ്ട് എടുത്തു വെച്ചതാണേ. അനന്ത് ഈ ഔട്ട്ഫിറ്റ് ഇട്ട, ഞാൻ മറ്റേ ഔട്ട്ഫിറ്റ് ആയിരുന്നില്ലേ, ഇത് ഞാൻ എടുത്തു വെച്ച പറഞ്ഞില്ല മാച്ച് ആയെന്നുള്ള. പക്ഷെ കൊള്ളാട്ടോ, ഇട്ടിട്ട് അങ്ങോട്ട് തള്ളി. എന്റെ കയ്യിലാട്ടോ പിടിച്ചേക്കണ, എന്നെ കൊണ്ട് അങ്ങോട്ട് പോകും.
നല്ല ഫീലാണ് ഇന്നത്തെ ദിവസം. ശരിക്കും എൻജോയ് ചെയ്തട്ടോ. കൊള്ളാം. നമ്മള് ബോട്ടിലേക്ക് നടക്കുക കേട്ടോ. ഇനി 2 ഐലൻഡും കൂടി ബാക്കിയുണ്ട്. സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ മറ്റേ ഡ്രസ്സൊന്നും മാറാതിരുന്നത്. പക്ഷെ സ്നോർക്കലിംഗ് സ്വിമ്മിങ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞ കൊണ്ടിട്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കണില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. ഇതിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫിഷസ് ഉണ്ട് കേട്ടോ. നോക്കി, നമ്മളെ കോറൽ ഐലൻഡിൽ സ്നോർക്കൽ ചെയ്യാൻ നേരത്തെ ഇതുപോലത്തെ ഫിഷസിനെ കാണാട്ടെ എപ്പോഴും. ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. വാവ്. നെക്സ്റ്റ് ഐലൻഡിലാട്ടോ അമ്യൂസ്മെന്റ് പാർക്ക് വരണേ. ഈ പാർക്കില് എന്താ ഉള്ളതെന്ന് പോയി നോക്കാം. സൺവേൾഡ് എന്നാട്ടാ. സൺവേൾഡ് ഹോൺടോം എന്നാണ് പാർക്കിന്റെ പേര്. നമുക്ക് പോയി നോക്കാം. എന്തായാലും എന്തൊക്കെ റൈഡ്സ് ഉണ്ടെന്നൊക്കെ നോക്കാം. ഞാൻ ഡ്രസ്സും മാറിപ്പോയി, കഷ്ടം. കാരണം ഞാൻ വിചാരിച്ചില്ല ഇനിയിപ്പോ ഡയറക്റ്റ് കേബിൾ കാറാന്നട്ടോ വിചാരിച്ചേ. മറന്നുപോയി അമ്യൂസ്മെന്റ് പാർക്കിന്റെ കാര്യം. അവിടെ എവിടെയെങ്കിലും ഡ്രസ് ചേഞ്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി മറ്റേ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് നമുക്ക് അടിച്ചു പൊളിക്കുന്ന ദിവസം. നമ്മളിവിടെ പാർക്കിൽ വന്നേക്കും കേട്ടോ. നമ്മൾ ഫസ്റ്റ് റോളർ കോസ്റ്റർ കയറാൻ പോവാ. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. ഫോൺ നമ്മൾ മിക്കവാറും അറിയില്ല ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എൻജോയ് ചെയ്യട്ടെ. ഏതെങ്കിലും പോയിന്റിൽ എനിക്ക് ഫോൺ എടുത്ത് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സീരിയസ്ലി അപ്ഡേറ്റ് ചെയ്യാം നമുക്ക്. ഞാൻ പോയി എൻജോയ് ചെയ്യട്ടെ കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ വാട്ടർ പാർക്കിൽ പോകാൻ വേണ്ടി പോവാട്ടോ. ഡ്രസ്സൊക്കെ ഇനിയും ചേഞ്ച് ചെയ്യണം. പക്ഷെ ആ മറ്റേ ഡ്രസ്സ് തന്നെ ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ ഡയറക്റ്റ് കേബിൾ കാറാന്ന് ഓർത്താട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത്. പക്ഷെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാട്ടോ. നല്ല ചൂടുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കും. പിന്നെ മഴക്കാറും കൂടി ഉള്ളതുകൊണ്ടിട്ടില്ലേ അത്യാവശ്യം ക്ലൈമറ്റ് കൂൾ ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. അനന്ത് എങ്ങനെ ഉണ്ടായിരുന്നു റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ്? ഓർമ്മിപ്പിക്കല്ലേ മോനെ. ഇഷ്ടപ്പെട്ടാ? ഇനി കേറോ റോളർ കോസ്റ്ററില്? अंकल कैसा है वो रोलर कोस्टर? अच्छा है ना? Very fun. Very fun. അങ്കിള് ഭയങ്കര ബ്രേവും കറേജസും ആട്ടോ. അങ്കിള് ഭയങ്കര എൻജോയ് ചെയ്തു. എനിക്കിത് കണ്ടപ്പോ സന്തോഷമായി. നമ്മള് വെള്ളത്തിലും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ ഫോൺ അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മള് ലോക്കറിൽ വെക്കാനായിട്ട് പോവാണ്. ലോക്കറിന്റെ കീ ഒക്കെ ഉണ്ടാവും. ഭയങ്കര അടിപൊളിയായിട്ടോ. അപ്പൊ ലോക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. അതിന് എന്തെങ്കിലും ക്ലിപ്സ് ഒക്കെ കാണിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. പോയി അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ അല്ലേ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് തീം പാർക്ക് ആയിരുന്നു അല്ലേ. തീം പാർക്ക് അല്ല, വാട്ടർ പാർക്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ടാണ് വാട്ടർ പാർക്കിൽ വരണേ. അതെ, വാട്ടർ തീം പാർക്കിൽ വരണേ. പോർക്കല്ല, പാർക്ക്. പക്ഷെ കൊള്ളായിരുന്നല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ ഇഷ്ടമില്ലാത്ത അനന്ത് ഇന്ന് വാ നമുക്ക് അത് കയറാം, നമുക്ക് ഇത് കയറണം, വാ 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 അല്ലേ. യെസ്, പാവം എനിക്ക് വേണ്ടി കേട്ടാ. എനിക്കറിയാം എനിക്ക് അലർജിയാണെന്ന്. അപ്പൊ ഞങ്ങൾ ലോക്കറിലെത്തി. സാധനങ്ങളൊക്കെ പിക്ക് ചെയ്ത് ഇനി കേബിൾ കാറിൽ കയറണം. നമ്മള് പാർക്കില് ബ്ലാസ്റ്റിങ്ങിന് ശേഷം ഇനി കേബിൾ കാറിൽ കയറാൻ വേണ്ടി പോകും കേട്ടോ. ഭയങ്കര ലെങ്ത്തുള്ള കേബിൾ കാറാണ്. അപ്പുറത്തെ ഐലൻഡിലാട്ടോ പോയി നിൽക്കണം. അപ്പോൾ അവിടെ കയറാൻ വേണ്ടി എക്സൈറ്റഡ് ആണ്. ഓൾസോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കേബിൾ കാറിൽ കയറാൻ പോണേ. ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഐലൻഡ് ടൂർ പോയപ്പോഴാണെങ്കിലും ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര രസം തോന്നുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ? ഹൈറ്റ് പേടിയുണ്ടോ? എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. ഇല്ല, അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. എനിക്ക് ഭയങ്കര ഒരു കണ്ടപ്പോഴത്തേക്കും കേറുന്ന ആഗ്രഹം തോന്നിയത്. കണ്ടപ്പോഴത്തേക്കും ആ ഗ്ലാസിന്റെ ഇത് എവിടെ പെടാൻ പോണെന്നറിയോ? താഴത്തെങ്ങാനും ഗ്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പെടും കേട്ടോ. കാരണം എനിക്ക് നോക്കുമ്പോ പേടിയോ. അന്ന് ദുബായ് ഫ്രെയിമിൽ പോയ പോലെ ഇരിക്കും. അപ്പൊ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ വീട്ടിലേക്ക് കണ്ടപ്പോഴത്തേക്കും കേബിൾ കാർ വരുന്നു. എല്ലാരും ചാടി ഓടി ആട്ടോ കയറണം അതിലോട്ട്. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്നു. ഞാനിതൊരു 2 പേർക്ക് 3 പേർക്ക് പോകാൻ പറ്റണമെന്നാട്ടോ വിചാരിച്ചാലെന്തോ. ഇവിടെ വന്നപ്പോഴേ ഭയങ്കര വലുതാട്ടോ. വലിയ വലിയ ക്യാബിൻസ് ഓരോന്നിനുള്ളത്.
നല്ല ഹൈറ്റിലാട്ടോ ഇത് പോണേ. ഭയങ്കര ഹൈറ്റ് പേടിയുള്ളവർക്ക് നല്ല രീതിയിൽ പേടിയാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ ഫൺ, അടിപൊളി. ഇതിങ്ങനെ ഹൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. ജസ്റ്റ് 2-3-4 കേബിളിൽ ഇരിക്കണമെന്ന് ആലോചിക്കുമ്പോ ഇല്ലേ അടിപൊളി വ്യൂ ആട്ടോ. 360 വ്യൂ ആണ് കിട്ടുന്നത് ഇവിടെ ഇരുന്ന. അടിപൊളി. കേബിൾ കാർ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വ്യൂ ഒരു രക്ഷയില്ല. ഫുൾ ആ ഒരു ഫുക്കോക്കിന്റെ ഐലൻഡ് കണ്ടെന്ന് തോന്നുന്നു. അത്രയും ഹൈറ്റിലാട്ടോ, അത്ര ഹൈറ്റിലാണ് ഈ കേബിൾ കാർ വന്നെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു സോസേജ് ബ്രേക്ക് എടുത്തു. അനന്ത് ഡോണറ്റ് ബ്രേക്കും. ഭയങ്കര കട്ടിയല്ലേ എന്റെ ബ്രെഡിന്? ആ കട്ടിയുണ്ടല്ലേ. ഓ ശരിക്കും അത് മൈക്രോവേവ് ചെയ്ത് തരണ്ടായിരുന്നല്ലേ, തന്നില്ല. പക്ഷെ ഇത് സോസേജ് അടിപൊളി. കാണുന്ന പുരാതനമായ ബിൽഡിംഗ് നമ്മുടെ ഹോട്ടലാട്ടോ. സൺസെറ്റ് ടൗണിൽ നിന്നൊക്കെ വന്ന് നമ്മളിപ്പോ നമ്മളുടെ ഹോട്ടലിലെത്തി. കണ്ട നല്ല ടയറിങ് ആയിട്ടുള്ള എക്സോസ്റ്റഡ് ആയിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. കാരണം നമുക്ക് ഇന്ന് വാട്ടർ പാർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര ടയർഡായിട്ടോ. ഇനിയിപ്പോ കുറച്ചു നേരം റൂമിൽ പോയി ചില്ല് ചെയ്യണം അല്ലേ? അതാണ് പരിപാടി, വേറെ ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ്. ടയർഡായ പൊന്നെ, നല്ല ടയർഡായ. ഓ ഞങ്ങൾ ലിഫ്റ്റ് പോട്ടെ. നല്ല ടയർഡായി അല്ല ചുട്ടു? ഇനി എന്താ നമ്മുടെ പരിപാടി ഉണ്ടോ? അതെ, ഇപ്പൊ റെസ്റ്റ് എടുക്കണം. വേറെ പരിപാടി ഇല്ല കേട്ടോ. രാവിലെ തുടങ്ങി അടച്ചിലാണല്ലേ. അപ്പൊ ഞങ്ങളത് വൈൻഡ് അപ്പ് ചെയ്യട്ടെ അല്ലേ? നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ കാണാം. ഇനി പോയി വന്നോ. ബൈ.